നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ലക്ഷ്മണ സാന്ത്വനത്തിൻ്റെയും പ്രിയദർശനത്തിൻ്റെയും പറഞ്ഞു. ഇന്ന് അമ്മ തൊട്ടിൽ എന്ന കവിതയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു. അമ്മ തൊട്ടിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് എന്താണ്, ആരാണ് എഴുതിയത്? റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ അമ്മ തൊട്ടിൽ എന്ന കവിത, അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശാൻ്റേതാണ്, ഗ്രാമവൃക്ഷത്തിലെ വവ്വാൽ റഫീഖ് അഹമ്മദിൻ്റേതാണ്. മറക്കരുത്. സ്വപ്നവാങ്മൂലം, പാറയിൽ പണിഞ്ഞത്, ആൾമറ, ചീട്ടുകളിക്കാർ അദ്ദേഹത്തിൻ്റേതാണ്. മറന്നു പോകരുത്, ഇതൊന്നും മറക്കരുത്. ഗാനരചയിതാവായിരുന്നു അദ്ദേഹം. സിനിമ ഫീൽഡിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഗർഷോം എന്ന ചിത്രത്തിന് ഗാനങ്ങൾ എഴുതി മലയാള ചലച്ചിത്ര ഗാനരംഗത്ത് പ്രവേശിച്ചു. ഇതൊക്കെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഈ കവിതയുടെ സാരാംശം വേഗം പറഞ്ഞുതരാം. മകൻ അമ്മയെയും കൊണ്ട് പോകുന്നു. അതായത് മകൻ ശരിക്കും പറഞ്ഞാൽ ഭാര്യയുടെ താളത്തിനൊത്ത് ചലിക്കുന്ന ഒരു മകനായിട്ടാണ് കാണുന്നത്. അതായത് ആധുനിക തലമുറയ്ക്ക് നേരെയുള്ള നിശ്ചിതമായൊരു വിമർശനം എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിന് പറയാം. അമ്മയെ എത്ര നേരെ ഇരുത്തിയിട്ടും അമ്മ നേരെ ഇരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം അമ്മ വാർദ്ധക്യ സഹജമായ ഒരു അവസ്ഥയിലാണ്. അതുമാത്രമല്ല, മങ്ങിപ്പഴകിയ പിഞ്ഞാണം പോലെ പാടയും പീളയും മൂടിയ കണ്ണുകൾ ഏറെ പണിപ്പെട്ട് അവർ തുറന്നു എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അമ്മയുടെ പ്രായത്തെ മനസ്സിലാക്കാം. അതുപോലെ ആദ്യമായി മകൻ എവിടെയൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ആദ്യം കൊണ്ടുപോകുന്ന തിരുവീതികളിലാണ്. അതായത് വിജനം ആ മാളിൻ്റെ അടുത്താണ് ആദ്യം കൊണ്ടുപോകുന്നത്. അതായത് ആകാശ ഗോപുരങ്ങൾക്ക് താഴെ നാളത്തേക്ക് വേണ്ടി നാളെ നല്ല ഉണർവോടുകൂടി ഉണരാൻ വേണ്ടിയിട്ട് ഉറങ്ങുകയാണ്. അപ്പം അവിടെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. മകൻ്റെ പ്രവൃത്തിയിൽ അതൃപ്തയായിട്ടായിരിക്കും പട്ടി കുരച്ചുകൊണ്ട് പെറ്റു കിടക്കും തെരുവ് പട്ടിക്ക് എന്തൊരുറ്റം കുരച്ചു ചാടി കുതിക്കുന്നു എന്നാണ് പറയുന്നത്. മകൻ രണ്ടാമത് കൊണ്ടുപോകുന്ന ജില്ലാ ആശുപത്രിക്ക് അരികെയാണ്. അവിടെ 2-3 ആളുണ്ടെങ്കിലും അവിടെ ഒരു രാക്കട മാത്രം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അപ്പോൾ അതായത് ആ ജില്ലാ ആശുപത്രി കൊണ്ടു ചെല്ലുമ്പോൾ, അതായത് പണ്ട് മകനെയും കൊണ്ട് അമ്മ ഓടിക്കിതച്ച് വന്നതും അന്നെടുത്ത സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലെയൊന്ന് മകനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. പിന്നെയും മൂന്നാമതായിട്ട് പോകുന്നത് വെട്ടവും ആളവും ഇല്ലാത്ത ഒരു കുട്ടി ഏകാന്തത കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയ മുറ്റത്തേക്കാണ്. അപ്പോൾ അമ്മയും മകനും പണ്ട് കാലത്ത് സ്കൂളിൽ വന്നതും അമ്മ മകനെയും കൊണ്ട് അവിടെ വന്ന് നിന്നതും അവന് വേണ്ടി നോക്കി നിന്നതും ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ മകനിൽ ഉളവാക്കുന്നു. അങ്ങനെ മകൻ അവിടെ നിന്ന് പിന്തിരിയാണ് ചെയ്യുന്നത്. ആരോപിച്ചേ പോലെ തോന്നുന്നു. 4ാമതായി ചെല്ലുന്ന ഇടമാണ് കോവിൽ. അമ്മയുടെ ഓർമ്മ മറയുന്നത് വരെ അമ്മ മകനോട് പറഞ്ഞിരുന്നു എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പം മകൻ്റെ പ്രവൃത്തിയിൽ അശാന്തനായിട്ടായിരിക്കാം ഈശ്വരൻ അസ്വസ്ഥചിത്തനായി ഈശ്വരൻ തന്നെ പുറത്തേക്ക് വരുന്ന പോലെ ഒരു കാറ്റ് വരുന്നു. ഇനി എങ്ങും അമ്മയെ കൊണ്ടുപോകുന്നില്ല എന്ന തീരുമാനത്തോടുകൂടി മകൻ അമ്മയ്ക്ക് തണക്കാതെ വണ്ടിയുടെ ചില്ലൊക്കെ ഉയർത്തി അതൊക്കെ ഇടുമ്പോൾ ഓർക്കുകയാണ് പണ്ട് അമ്മ വയറ്റത്ത് പറ്റിക്കിടന്ന ചൂടും കാച്ചെണ്ണയുടെ മണവും പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ്റെ മണവുമൊക്കെ. അപ്പോൾ ആ മകൻ അമ്മയെ ഇനി എങ്ങും ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള തീരുമാനം. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അമ്മയുടെ ജീവൻ അമ്മയിൽ നിന്ന് വേർപെടുകയാണ്. അപ്പോൾ അവസാനം തന്നെ ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് ആ ഭാര്യ പഴി പറഞ്ഞേക്കുമെന്ന് മകൻ വിചാരിക്കുകയാണെങ്കിലും അമ്മ ഏറെ, അതായത് അമ്മയുടെ ആയ കാലം മുഴുവൻ മകനെ നോക്കിയിരുന്ന കണ്ണുകൾ ഇപ്പോഴും നിർദ്ദയം തുറന്നു വെച്ചു ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ മരണാവസ്ഥയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ 1 വേഡ് ചോദ്യോത്തരങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു പോവാം. അതായത് ഓരോ 1 വേഡുകളും നിങ്ങളുടെ മാർക്കിൻ്റെ ആധാരമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറന്നു പോവാതെ ഒക്കെ നോക്കുക. ചാനൽ നന്നായി ആസ്വദിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് അമ്മ തൊട്ടിലിനെ പറ്റി പറയാനാണെങ്കിൽ, അമ്മ പിൻസീറ്റിൽ ഇരുന്നത് എങ്ങനെ? ഓരം ചെരിഞ്ഞ് മടങ്ങി. മാറോട് ചേർത്ത് വെച്ചിരുന്നത് എന്ത്? കൈച്ചുള്ളികൾ. നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നത് തെരുവീതികൾ. പെരുമാളിൻ്റെ തൊട്ടടുത്തായിട്ട് ഇറക്കാതിരുന്നത് എന്തുകൊണ്ട്? തെരുവ് പട്ടി കാരണം. മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി എന്ത്? സൂചിപ്രയോഗത്തിൻ്റെ ഈറ്റൽ. ഓക്കെ. ചുറ്റുമതിലിൽ പുറത്തു നിന്നതാര്? അമ്മ. കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാര്? ഈശ്വരൻ. ഇന്ന് വഴി പറഞ്ഞേക്കും ആര്? അമ്മ. ഭാര്യ. ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ചത് എവിടെ? കോവിലിൽ. അമ്മ ചാഞ്ഞു കിടന്നത് എവിടെ? പിറകിലെ സീറ്റിൽ വലത്തോട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയിലേക്കായിരിക്കട്ടെ. ഈശ്വരൻ നന്നായി എഴുതാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. ബെസ്റ്റ് വിഷസ്.